ഹായ് ഡിയർ വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് മീൻ പൊള്ളിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ. ഞാൻ എടുത്തിരിക്കുന്നത് പോപ്ലേറ്റ് മീനാണ് കേട്ടോ. നമുക്കാദ്യം മീൻ വറുക്കാനുള്ള മസാല തയ്യാറാക്കാം. ഒരു 1.5 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പൊടി നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി ആവശ്യമെങ്കിൽ ഒരല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മീനിൽ തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ടാക്കണം. എന്നിട്ട് മീനിൻ്റെ പുറത്ത് നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഞാൻ മീൻ അധിക നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കുന്നില്ല കേട്ടോ. കൂട്ടുണ്ടാക്കിയെടുക്കുന്ന അത്ര സമയം മാത്രമാണ് മീൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കണം. മീൻ പൊള്ളിച്ചതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങാപ്പാൽ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. ഇതിന് 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നും വേണ്ട, എല്ലാം കൂടി ഒരു പാൽ എടുത്താൽ മതിയാവും. എന്നിട്ട് അതിനെ നമ്മുടെ അരിപ്പ വെച്ച് നല്ലോണം പിഴിഞ്ഞ് പാലാക്കി എടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. ജിഞ്ചർ ഗാർലിക്കിൻ്റെ കൂടെ ഞാൻ പച്ചമുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു തുടം വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയും ഒരു 5 പച്ചമുളകുമാണ് ഞാൻ ചേർക്കുന്നത്. അതിനെ മിക്സിയിൽ നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. പാനിൽ ആവശ്യത്തിന് വേണ്ട എണ്ണ ഒഴിച്ച് മീൻ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരല്പം കറിവേപ്പില കൂടി മീനിൻ്റെ മേലെ വിതറി കൊടുക്കുക. അത് മീനൊരു നല്ല ഫ്ലേവർ നൽകും. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മീൻ വേവിക്കാൻ, എന്നാൽ മാത്രമേ മീനിൻ്റെ ഉള്ളു വേവുള്ളൂ. ഇനി തിരിച്ചും മറിച്ചുവിട്ട് മീൻ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ഇനി അതേ പാനിലേക്ക് തന്നെ ഒരല്പം കൂടി എണ്ണ ഒഴിച്ച് സവാള ഇട്ട് വഴറ്റാം. ഞാനൊരു 5 സവാളയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലോണം വഴറ്റിക്കൊണ്ടിരിക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് വീണ്ടും നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തീ സിമ്മിലായിരിക്കണം, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. അതിനുശേഷം നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിക്കോളുക. ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒരു അരമുറി നാരങ്ങ ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കുറച്ചധികം സമയം നല്ലോണം ഇളക്കി കൊടുക്കണം. ഇത് ഇരുന്ന് കുറുകി വറ്റി വരേണ്ടതാണ്. വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂട്ട് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ഇല നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. അത്യാവശ്യം നല്ല നീളമുള്ള ഒരു ഇലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലോണം അതൊന്ന് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കൂട്ട് വച്ച് കൊടുക്കാം. കൂട്ടിന് മേലെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുക്കുക. മീനിൻ്റെ മേലെ വീണ്ടും കൂട്ട് നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇല മടക്കിയെടുക്കാം. ഇല കീറി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. വാഴനാര് ഉപയോഗിച്ച് ഇലയുടെ 2 വശവും നല്ലോണം കെട്ടിക്കൊടുക്കുകയും വേണം. ഇനി പാനിൽ ഒരല്പം എണ്ണ തടവിക്കൊടുത്ത് അതിലേക്ക് നമ്മുടെ മീൻ വെച്ച് കൊടുക്കാം. അതൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. തീ സിമ്മിൽ തന്നെ ആയിരിക്കണം. ഒരു 5 മിനിറ്റ് നേരം മീൻ അങ്ങനെ ഇരുന്ന് നല്ലോണം ഒന്ന് വേവട്ടെ. അതിനുശേഷം നമുക്ക് മീൻ തിരിച്ചിട്ട് കൊടുക്കാം. തിരിഞ്ഞ് ഒരു 3 മിനിറ്റ് വെന്താൽ മതിയാകും. അത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് മീനിനെ പതുക്കെ എടുക്കാം.
നിങ്ങളെല്ലാവരും മീൻ ഇങ്ങനെയൊന്ന് പൊള്ളിച്ച് നോക്കണം കേട്ടോ. ഇത് നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇലയുടെയും നമ്മുടെ കൂട്ടിൻ്റെയും മീനിൻ്റെയൊക്കെ നല്ല ഒരു മണമാണ് വരുന്നത്. കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഊറുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ അറിയിക്കണേ. വീണ്ടും കാണാം.